പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായന ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം. എൻ്റെ കൂടെ നടക്കുമ്പോൾ ബർത്തോലോമിയോയ്ക്കൊരു സന്ദേഹം. റബ്ബി, ദൈവരാജ്യം എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവേഷ്ടം നിറവേറ്റുവാൻ യഹൂദന്മാരെ തിരഞ്ഞെടുത്തത്? ഞാൻ ഉത്തരമരളി, ദൈവം തൻ്റെ മക്കളെയെല്ലാം നോക്കിയപ്പോൾ അവിടുത്തെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നതായി കണ്ടത് ഇസ്രായേൽ മക്കളെയാണ്. അവരുടെ സ്നേഹം യഥാർത്ഥവും ദൈവത്തെ സേവിക്കാനുള്ള ആഗ്രഹം തീക്ഷ്ണതയുള്ളതുമായിരുന്നു. ലോകത്തിലുള്ള ബലഹീനനായവരെ രക്ഷിക്കുവാനായി പിതാവ് ബലവാന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ സത്യം ഈ ബലവാന്മാരുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട്. ശരിക്കും മനസ്സിലാകാത്തതിനാൽ ബർത്തലോമിയോ വീണ്ടും ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ഫരിസേയരും സദുക്കായരും പുരോഹിതന്മാരും ഇസ്രായേലിലെ ഭൂരിഭാഗം ആളുകളും അവരാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളെന്ന് വിശ്വസിക്കുന്നത്? സ്വർഗം അവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് അവർ കരുതുന്നു. മാത്രമല്ല, വിജാതീയർക്ക് ദൈവം വില കൽപ്പിച്ചിട്ടില്ലെന്നും അവർ സ്വർഗരാജ്യം കാണുകയില്ലെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. സ്നേഹിത, ഞാൻ പ്രതിവചിച്ചു, നീ പറയുന്നത് നേരാണ്. സ്വർഗരാജ്യം യഹൂദർക്ക് മാത്രമുള്ളതാണെന്നും മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്നും പലരും കരുതുന്നുണ്ട്. പിതാവ് തൻ്റെ സ്നേഹത്തിലാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെന്നും എല്ലാവരും സ്വർഗത്തിൽ അവിടുത്തെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് അവിടുത്തെ ആഗ്രഹിക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഒരു സമ്പന്നൻ്റെ മകനെ പോലെ നിറയെ സമ്മാനങ്ങളും നിധികളും ഭക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അവനുമേൽ. ജീവിതത്തിൽ ആകുലതകളും പ്രശ്നങ്ങളും ഇല്ലാത്തവനായി സന്തോഷപൂർവ്വം അവൻ പാതയിലൂടെ നടക്കുമ്പോൾ വഴിയോരത്തുള്ള പാവപ്പെട്ടവരെയും വിശക്കുന്നവരെയും രോഗികളെ സഹായം ആവശ്യമുള്ളവരെയും അവൻ കാണുന്നില്ല. അവർ ഒരു ശല്യമാണെന്നും അവഗണിക്കപ്പെടേണ്ടവരും നിന്ദിക്കപ്പെടേണ്ടവരുമാണെന്നും കരുതി അവൻ അവരുടെ നേരെ കണ്ണുകൾ അടച്ചു കളയുന്നു. അവൻ സമ്പന്നനാകിയാൽ അവരെപ്പോലെയല്ല, വ്യത്യസ്തനും സവിശേഷതയുള്ളവനുമാണ്. അല്ലെങ്കിൽ ഇത്രയേറെ അവന് നൽകപ്പെടുമോ? തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവരെ സഹായിക്കുവാനും രക്ഷിക്കുവാനുമാണെന്നുള്ളതാണെന്ന സത്യം അവൻ കാണുന്നില്ല. അവൻ അപ്രകാരം മറ്റുള്ളവർക്കായി തൻ്റെ സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ പിതാവ് അവനിൽ സംപ്രീതനായി കൂടുതൽ ദാനങ്ങൾ ഭക്ഷിക്കുമെന്നും അവൻ അറിയുന്നില്ല. കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് ഇതാണ്: മകൻ മറ്റുള്ളവരുടെ നേരെ ഹൃദയമടച്ചുകൊണ്ട് സ്വന്തം ആവശ്യങ്ങളും സുഖങ്ങളും ആഗ്രഹങ്ങളും മാത്രം കാണുന്നു. അവൻ സ്വാർത്ഥനായ ഒരാത്മാവായി തീരുന്നു. എന്നാൽ ഒരു ദിവസം പിതാവ് അവനെ നോക്കിയപ്പോൾ തിരിച്ചറിയാതെ പോയി. അവരിൽ സ്വാർത്ഥതയും അത്യാഗ്രഹവും മാത്രം ദർശിച്ചപ്പോൾ ഹൃദയവതിയാൽ പിതാവ് തൻ്റെ മകൻ്റെ സൗഭാഗ്യങ്ങളൊക്കെയും എടുത്തു മാറ്റുന്നു. പിതാവ് അതൊക്കെയും ആവശ്യത്തിലായിരിക്കുന്നവർക്ക് പങ്കുവയ്ക്കുന്നു. അങ്ങനെ ആ മകൻ നഷ്ടപ്പെട്ടവനും ഭിക്ഷക്കാരനുമായി തീരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് തനിക്ക് ഇപ്രകാരം സംഭവിച്ചതെന്ന് അവൻ അത്ഭുതപ്പെടുന്നു. കാലാന്തരത്തിൽ മറ്റുള്ളവരുടെ നേർക്ക് ഹൃദയമടച്ചത് തെറ്റായി പോയെന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവന് കൂടുതൽ നൽകപ്പെട്ടത് എന്തിനായിരുന്നുവെന്ന് അവൻ തിരിച്ചറിയുന്നു. അത് തനിക്ക് മാത്രമുള്ളതല്ലായിരുന്നു എന്നും സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളതായിരുന്നു എന്നും അവൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴാകട്ടെ പിതാവിനാൽ സമ്മാനങ്ങളും സമ്പത്തും നൽകപ്പെട്ടവർ അവന് സഹായം വാഗ്ദാനം ചെയ്യുന്നു. ബലഹീനരും ദുർബലരും ആയിരുന്നവർ പിതാവിൻ്റെ സ്നേഹത്താൽ ശക്തരായി ആ ശക്തിയിൽ പൂർണ്ണ മനസ്സോടെ അർഹരും ആവശ്യത്തിലായിരിക്കുന്നവരുമായി പങ്കുവയ്ക്കുന്നത് അവനിപ്പോൾ കണ്ടറിയുന്നു. ബോധ്യപ്പെട്ട മിഴികളോടെ ബർത്തലോമിയോ എന്നെ കടാക്ഷിച്ചു. ഗുരോ, അങ്ങയുടെ ജ്ഞാനം ആഴമുള്ളതാണ്. അതിൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എല്ലാ മനുഷ്യരും ദൈവമക്കളാണെന്നും സ്വർഗരാജ്യം എല്ലാവർക്കും ഉള്ളതാണെന്നും തിരിച്ചറിയാൻ പോകുന്ന ആ നശിക്കപ്പെട്ട പുത്രൻ ഇസ്രായേലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൗനമായി ഞങ്ങൾ കുറച്ചു ദൂരം നടന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാനായി ബർത്തലോമിയോ പോയി. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ഒരു തടാകം കാണുമാറായി. വലയെറിയുന്ന മീൻപിടുത്തക്കാരുടെ കുറേ വള്ളങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അടുത്തു വരുംതോറും എൻ്റെ ശിഷ്യന്മാരുടെ കണ്ണുകളിൽ മീൻ പിടിക്കുവാനുള്ള ആഗ്രഹം നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. മീൻപിടുത്തം അവരുടെ ഹൃദയങ്ങളെ അലിഞ്ഞു ചേർന്നിരുന്നു. തീരത്തുകൂടി നടക്കുമ്പോൾ ഇടയ്ക്കിടെ ഞങ്ങൾ കുളിർപ്പിക്കുന്ന തണുത്ത വെള്ളത്താൽ കാൽവണ്ണം നനച്ചു. പത്രോസും യാക്കോബും യോഹന്നാനും എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പത്രോസ് പറഞ്ഞു, ഗുരു, ഇവിടെ അതിമനോഹരമാണ്. നമുക്ക് കുറച്ച് സമയം ഇവിടെ തങ്ങാം, അല്പം മീൻ പിടിച്ച് രസിക്കുകയും ചെയ്യാം. എൻ്റെ സ്നേഹിതരെ, നിശ്ചയമായും ഇവിടെ മനോഹരമാണ്. നമുക്ക് അല്പനേരം ഇവിടെ വിശ്രമിക്കാം. പ്രിയമുള്ളവരെ, അടുത്ത ദിവസത്തെ വായനയ്ക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.